അതിന് പത്രോസിയെ ഓനാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. നാളെ ഇപ്പം നാഷണൽ ഡേ ആ, അതിൻ്റെതായ ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നു. അവിടെ ഭയങ്കര ഒരുപാട് പ്ലെയിൻ ഒരുമിച്ച് പോവുകയും കപ്പൽപ്പടയൊക്കെ വരികയൊക്കെ ചെയ്യുന്നു. ഇത് കണ്ടവർ കൊച്ചു കുഞ്ഞ് എന്ത് ചെയ്യുന്നു പറയും, മറ്റുള്ളവരുടെ എന്ന് പറയും അവിടെ ഭയങ്കര പ്രോഗ്രാം കൊണ്ട് വന്ന് കാണാൻ നന്മ. സഹോദരൻ ഇപ്പൊ ഈ സഹോദരിമാരൊക്കെ ആണെങ്കിൽ നാട്ടിലൊക്കെ ഇവിടെ വലുതായിട്ട് കേൾക്കുന്നില്ല ഈ പാചക വിധികൾ അറിയാവോ? നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരു വലിയ പള്ളിയായിരുന്നു ചിക്കൻ 65 ഉണ്ടാക്കുന്നത് എങ്ങനെ ഇതിനായിട്ടൊന്നും കേൾക്കാറില്ല. പിന്നെന്തായിരുന്നു അങ്ങനെ ഓരോ പരിപാടികൾ, പിന്നെന്തായിരുന്നു വേറെ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ പറയണ്ടേ, അതുപോലെ എന്താ ഈ മഞ്ചൂറിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞതിന് പുറകെ ഓടി നടക്കും. എന്തിനു വേണ്ടിയാ? അപ്പൊ അറിയാവുന്നരുത് പറഞ്ഞു കൊടുക്കും. ഒത്തിരി അറിയാവുന്ന എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കൊടുത്തിട്ട് കാശ് മേടിക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ട്. പറഞ്ഞു ഇത് അറിയാവുന്നവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് നന്മയുടേതും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവകൃപയുടെയും സർവോപരി നിത്യജീവന്റെയും വഴി ആയതുകൊണ്ട് പറഞ്ഞേ മതിയാകെയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസ് പറയുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. ലേവ്യ പുസ്തകം 5-ാം വാക്യം 5-ാം അധ്യായം 1-ാം വാക്യം. ഒരുവൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായിരുന്ന് അറിയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പറയാതിരുന്നാൽ അവൻ അങ്ങനെ പാപം ചെയ്യുന്നു. അവന്റെ കുറ്റം വഹിക്കണം. അവൻ അങ്ങനെ പാപം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ സത്യവാചകം കേട്ടിട്ട് ഈ സുവിശേഷം അറിഞ്ഞിട്ട് ഈ സുവിശേഷം കേട്ടിട്ട് ആത്മാക്കളെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള അവളുടെ സ്വഭാവത്തെ പരിപൂർണമായി മാറ്റിമറിക്കുവാൻ ആന്തരികവും ബാഹ്യവുമായ സ്തോത്രം ജീവിത രീതിയെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ അവന്റെ തലമുറകളെ അനുഗ്രഹത്തിലേക്ക് സമാധാനം നയിക്കുവാൻ പ്രാപ്തമായ ഒരു ദേശത്തിന്റെ ഭാവി പോലും മാറ്റിമറിക്കുവാൻ പ്രാപ്തമായ ഈ ദൈവിക സുവിശേഷം, ഈ ദൈവിക ദൂത്, ഈ ദൈവിക നിയമങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് അവനവന്റെ കുറ്റം വഹിക്കണം. ദൈവത്തിന്റെ മുമ്പാകെ ഒരുവനെ കുറ്റം വഹിക്കുവാൻ ആർക്ക് കഴിയും? ദൈവം ഒരുവനെ കുറ്റവാളിയായിട്ട് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, 2 years ഓവർസ്റ്റേയായി. എന്തോ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങൾ ഇവിടെ നട്ടോടെ ഓടിക്കൊണ്ടിരിക്കുക. ഒരു 1 വീക്കായിട്ട് അതിന്റെ പുറകെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ എന്തായി തീരുമെന്ന് ആർക്കും അറിയത്തില്ല. കാര്യം നിയമം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ദൈവം ഒരുത്തനെ കുറ്റവാളിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്തുവാ ചെയ്യാന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ സത്യവാചകം കേട്ടിട്ട് താൻ അറിയുകയോ അറിയുകയോ ചെയ്യുന്നത്, അർത്ഥം പറഞ്ഞാൽ അനുഭവിച്ചത് മറ്റുള്ളവരോട് പറയാതിരുന്നാൽ അവൻ അവന്റെ നിസ്സാരമൊന്നുമില്ല. ദൈവത്തിന് മുമ്പ് കുറ്റം വഹിക്കുക എന്ന് പറഞ്ഞാല് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ദർശനം കാണുവാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. സൗജന്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഇസ് ഫ്രീ. ദൈവം കാണിച്ചു തരുന്നതാ. സ്തോത്രം. ചുമ്മാ ഇരുന്ന് മയങ്ങുമ്പോഴത്തേക്ക് ദിവാസ്വപ്നം കാണുന്നത് പോലെ, രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് പോലെയല്ല. അവൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം ഉണർന്നിരിക്കുമ്പോൾ തന്നെ ദൈവം കാണിച്ചു തരുന്നത് കാണുന്നത് എത്രയോ അനുഗ്രഹം. അപ്പൊ താൻ കാണുകയോ അറിയുകയോ ചെയ്യുന്നത് പറയാതിരുന്നാൽ അങ്ങനെ പാപം വഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നാം ഈ കാണുന്നത് പോലെ മറ്റെന്ത് മറ്റുള്ളവരോട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഈ സുവിശേഷം പറയാനായിട്ട് സഹോദരന്മാരും ഉത്സാഹം കാണിക്കുന്നതും അതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്ത് ഞാൻ പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ അനുഭവിച്ച വലിയ സന്തോഷം, നമ്മൾ അനുഭവിക്കുന്ന വലിയ സമാധാനം, ഇതിന്റെ മാർഗം എന്താണെന്ന് ദൈവവേദലേ നിനക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രിയ ലോകമേ, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ മാർഗത്തിൽ പരിചയമില്ലാത്തവരെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ലാഭമില്ലാതെ ഞങ്ങൾ ഉണർന്നിരിക്കും. സ്തോത്രം. കാരണം ഇത് പ്രയോജനമുള്ളത് കൊണ്ടും മനുഷ്യർക്ക് നന്മയായതുകൊണ്ടും. ഒരു ദോഷമുള്ള വഴിയാണ് ചെയ്യുമോ? ഇല്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഡ്രൈവിംഗ് പഠിച്ചാൽ നല്ല നമ്മുടെ നാട്ടിലെല്ലാം പറയുന്നുണ്ടല്ലേ. അപ്പൊ ഉത്സാഹിച്ച് എന്ത് ചെയ്യും? പഠിപ്പിച്ച് ഇവിടുത്തെ അപ്പനമ്മ എല്ലാം കൂടി ഉത്സാഹിപ്പിച്ച് വിടും. കാരണം അത് നന്മയ്ക്കായതുകൊണ്ടാണ്. എന്റെ ഭാവിയിലേക്ക് ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് ചെയ്തു വിടുന്നത്. എന്നാൽ ഇത് ഭാവിയിലേക്ക് തന്നെയല്ല, തലമുറകളിലേക്കും അനുഗ്രഹമായ ദൈവത്തിന്റെ വചനം നമ്മൾ എത്ര പഠിക്കണം, എത്ര പഠിപ്പിക്കണം. സ്തോത്രം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഇതിലേക്ക് കിടക്കുക. അപ്പോസ്തല പ്രവൃത്തി ഏതാണ്ട് 9-ാം അധ്യായം വരെ, 9-ാം അധ്യായത്തില് നമ്മൾ കടന്നു വരുന്നു. 9-ാം അധ്യായത്തിൽ
9-1 ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. വാ തുറന്നാൽ അവന്റെ വായിൽ കൂടെ വരുന്നത് ഭീഷണി, കൊല. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് വരെ മനുഷ്യന്റെ നിശ്വാസത്തിൽ വരുന്ന എന്താണെന്നറിയാമോ? ഭീഷണി, കൊല. ഭീഷണി, കൊല. സ്തോത്രം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിന്റെ പവർ എന്തുവാ? ന്യായപ്രമാണം. പാപം മീൻസ് ഗോയിങ് ഇൻ ലോ. ഒരു ക്വസ്റ്റ്യന് ടഫ് ആയിരുന്നു കഴിഞ്ഞാൽ കുറച്ചു പേരെ ജയിക്കത്തുള്ളൂ. പക്ഷെ ആ ക്വസ്റ്റ്യന്റെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ എഫക്റ്റ് പോലെ ആയിരിക്കുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അപ്പൊ ഇത് പറയുന്നില്ല, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. ഒന്ന് വരുന്നത് 14 അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കണം. പെട്ടെന്ന് പോയി. ഒന്ന് വരുന്നത് 14 അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ചോട്ടെ. പ്രാകൃതം. ഒന്നാമത്തേത് പ്രാകൃതം. വായിച്ചോട്ടെ. ഒന്ന് വരുന്നത് 14 അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കട്ടെ. ഒരു മിനിറ്റ്. അതെ സ്തോത്രം. 15ന്റെ ശരീരം വിതയ്ക്കപ്പെടുന്നു. സ്തോത്രം. ഒരു മിനിറ്റ്. സ്തോത്രം. പിന്നത്തേതിൽ വരുന്നു ദൈവത്തിന്റെ ഇഷ്ടം പോലെ വിതയ്ക്കപ്പെടുന്ന ആത്മീയരുണ്ട്. പ്രാചീനുണ്ടെങ്കിൽ ആത്മീയരുണ്ട്. 46 15ന്റെ 46. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്ര ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ആമേൻ. അതിന് 56ാമത്തെ വാക്യം. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ the power of sin is law. എത്രത്തോളം ലോ സ്ട്രിക്റ്റ് ആണോ അത്രത്തോളം ഡെത്ത് കൊടുക്കാൻ റൈറ്റ് അതിനുണ്ടായിരിക്കും. അത്രത്തോളം കുറ്റം വിധിക്കാൻ റൈറ്റ് അതിന് ഉണ്ടായിരിക്കും. എത്രത്തോളം എക്സാമിന്റെ ക്വസ്റ്റ്യൻ സ്ട്രിക്റ്റ് ആണോ അത്രത്തോളം പേരെ തോപ്പിക്കാൻ അതിന് പവർ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് നരകത്തിൽ കൊണ്ടുപോകാനേ ന്യായപ്രമാണത്തിന് കഴിയുള്ളൂ. പൂജാതി കർമ്മങ്ങൾ, അതുപോലെ പാരമ്പര്യ ആരാധനാ രീതികള്, വെള്ളധൂവക്കെട്ട്, വിശപ്പടക്കം പൊട്ടീര, അങ്ങനെ എല്ലാ പാരമ്പര്യ ആരാധനാ രീതികളും മനുഷ്യൻ നരകത്തിലോട്ട് കൊണ്ടുപോകാനേ കൊള്ളു. അതുകൊണ്ട് അനേക പെരുന്നാളുകളിലും അതുപോലുള്ള അനേക ഉത്സവങ്ങളിലും കത്തിക്കുത്തും ബഹളവും കൊലപാതകം പിശാചിന്റെ തേർവാഴ്ചയാണ് നടക്കുന്നത്. മനുഷ്യനെ ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി, മനുഷ്യനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നൃത്തങ്ങള്, അതിൻ്റെതായ മത്സരങ്ങള്, അതുപോലെ കൊലപാതകം, കത്തിക്കുത്ത്, ബഹളങ്ങളൊക്കെ ഉണ്ടാകാൻ കാര്യം എന്താണ്? കാര്യം ഇത് പാപത്തിന്റെ ശക്തിയാണ്. ന്യായപ്രമാണം വെള്ളയാടുന്നിടത്ത് പാപത്തിന്റെ ശക്തി കൂടുന്നു. പിശാചിന്റെ ശക്തി കൂടുന്നു. എന്നാല് 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ ദൈവനാമത്തിൽ കൂടുന്നിടമുണ്ട്. കൺവെൻഷൻ സെന്ററുകള് ഒരു കത്തിക്കുത്തോ ഒരു അടിപിടിയോ ഒരു ഉന്തുവെള്ളോ ഒരു പോക്കറ്റടി പോലും നടക്കാതെ ഏതാണ്ടൊരു 4 ലക്ഷം പേര് ഒരുപോലെ കൂടിയ സ്ഥലത്ത് പോകാൻ കർത്താവ് 10-12 ലക്ഷം പേര് 4 ദിവസം കൊണ്ട് കൂടിയെടുത്ത് പോകാനായിട്ട് കർത്താവ് ഒരിടത്ത് എഴുതി വെച്ചില്ല പോക്കറ്റടി സൂക്ഷിക്കുക. ഒരിടത്ത് ഒരു പോലീസ് പിക്കറ്റ് ഇല്ല. പോലീസുകാരൊക്കെ കംപ്ലൈൻറ്റും കുറച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെയൊക്കെ ഹലോ പ്രീത്തറോടൊക്കെ കുറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കാരണം റെയ്നാഡ് ബംഗേസ് കൺവെൻഷൻ എറണാകുളത്തുണ്ടായിരുന്നു. അറൌണ്ട് 3 lakhs 4 lakhs പീപ്പിൾ അറ്റ് എ ടൈം. രാവിലെ ആണെങ്കിൽ 1-1.5 ലക്ഷം പേര് ഷുവറായിട്ടും കാണും. വൈകിട്ട് അതുപോലെ 2-3 ലക്ഷം പേര് 2-2.5 ലക്ഷം പേര് കാണും അറ്റ് എ ടൈം. 12 ലക്ഷം പേര് എനിക്ക് സന്ദർശിച്ചെന്ന് അതിനെ കുറിച്ച് പറയുന്നത്. 14 ലക്ഷം പേര് അതിന് കൂടിയെന്ന് അതിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. ഞാനിപ്പോൾ അതിനകത്ത് ഒരിക്കൽ ഒരിടത്ത് പോലും ഒരുത്തനെ പോക്കറ്റ് അടിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ
10 12 കൂടുന്ന ഉത്സവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നിടത്തൊക്കെ ഒരുത്തിനെ പിടിച്ച് കൊങ്ങാക്കി പിടിച്ച് വെച്ചിരിക്കുക. വേറെ 3 പേര് തരണം പിടിയുടെ അടിയുടെ കേട്ടിട്ടില്ലേ? ഇതാണ് എക്സ്പീരിയൻസ്. കാരണം ഈ ന്യായപ്രമാണത്തിന് മനുഷ്യനെ പാപം ചെയ്യാനുള്ള വലിയ കഴിവുണ്ട്. ന്യായപ്രമാണത്തിന്റെ പാപത്തിന്റെ ശക്തി ശമ്പളം മരണം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം ഉള്ളിടത്ത് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് പരീക്ഷ തോപ്പിച്ചിട്ട് സാറിനെ തല്ല് വാങ്ങിച്ചു കൊടുക്കാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് കഴിവുണ്ടെന്ന് അർത്ഥം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് പിള്ളേരെ തോപ്പിച്ചിട്ട് സാറിന്റെ നിന്ന് അടി മേടിച്ചു കൊടുക്കാൻ കഴിവുണ്ട്. ഈ ന്യായപ്രമാണത്തിന് മനുഷ്യരെ കൊണ്ട് ന്യായപ്രമാണം ലംഘിപ്പിച്ചിട്ട് പാപം ചെയ്തിട്ട് അതിന് ശിക്ഷ ദൈവത്തിന്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ റൈറ്റ് ഉണ്ട്. ആ ശിക്ഷ എന്തുവാ? ആത്മീയമായ മരണം, ഭൗതികമായ മരണം. കള്ളു കുടിക്കുന്നതിന്റെ പല്ലും പോയി കുടലും പോയി അതും പോയി ഇതും പോയി അവൻ ദ്രവിച്ച് ഒരുമാതിരി പിന്നെ മരിച്ചു എന്ന് മാത്രം പറയത്തുള്ളൂ. അങ്ങനെ ക്ഷയിപ്പിച്ചെന്നെത്തും. സ്തോത്രം. ഇത്രയും കള്ളു കുടിച്ച് വലിയ ശല്യം ഉണ്ടാക്കി വല്ലവരും കുറച്ച് അടി മേടിക്കും. കുറെ കൂടുതൽ കള്ളു കുടിച്ചവന് കൂടുതൽ അടി മേടിക്കും. പക്ഷെ അറിയത്തില്ല, തിരിച്ചു പോലും തല്ലാൻ പറ്റത്തില്ല. ക്യാൻസർ, ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടാകും. അത് പുകവലി മുതൽ എല്ലാറ്റിലും പാപത്തിന്റെ ശക്തി എന്താണ്? ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. അതുകൊണ്ട് പണ്ട് ഞങ്ങളായിരുന്നു പള്ളിയിലെ കപ്പിയാര് ചവിട്ടിക്കെടുത്തി പള്ളി കയറാൻ സമയം പറഞ്ഞു കൂടുന്നത്. മധുവായി കയറാൻ പോവാ, വിശുദ്ധ സ്ഥലത്തോട്ട് ഓടാൻ പോവാ. അതുകൊണ്ട് പല പൂജാരികളും അറിഞ്ഞിരിക്കണം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പറയാം. എഡുണ്ടാക്കി ചർച്ച് പറയാൻ തോന്നത്തില്ല. കാര്യം അതിൽ നമ്മുടെ വളരെ ശക്തമായ ഉന്നത ആരാധനാ മേഖലകളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളാണ്. സ്തോത്രം. ഇതും കൃപയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. അതുകൊണ്ടാണ് സ്തോത്രാമൻ ഈ ആരാധനാ രീതികൾക്ക് പോകുന്നവർ കള്ളു കുടിച്ചും മദ്യപന്മാരായിട്ട് ഇത് ചെയ്തിട്ടൊക്കെ പോകുന്നത്. ചില ദേവന്മാരെയൊക്കെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്ത് വേണം? കള്ള് വേണം, കോഴിച്ചോര വേണം, മനുഷ്യക്കുരുതോര ഉണ്ടായിരുന്ന കേട്ടിരിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് വേണ്ട. അദൃശ്യനായ ദൈവത്തിന് ഇതൊന്നും വേണ്ട. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ എന്ത് സംഭവിച്ചു? ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോവുക. അതിൽ 57 വായിച്ചോട്ടെ. മരണത്തിന്റെ വിഷമുള്ള പാപം. അതിൽ 54 വരെ പെട്ടെന്ന് വായിക്കാം. ഈ ദ്രവത്വമുള്ള ശരീരം, ഈ മരിക്കുന്ന മനുഷ്യൻ മരിക്കാത്തവനായി തീരുമ്പോൾ, അദ്രവത്വം, മരിക്കാത്തത്, നിത്യമായത്, ശാശ്വതമായ ഒരു ജീവൻ നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ജയജീവിതം കിട്ടും. എന്നാൽ ആത്യന്തികമായ ജയം കിട്ടുന്നത് നമ്മൾ നിത്യജീവികളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ്. സ്തോത്രം. മനുഷ്യ ശരീരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ ജയം നമ്മൾ ആത്യന്തികമായിട്ട് അനുഭവിക്കാനായിട്ട് പോകുന്നത്. ജയം എടുക്കും. അടുത്തത് നിവൃത്തിയാകും. വിഷമുള്ളായിരുന്നു. ഒരു വിഷമുള്ള ഒരു ദേഹത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും. കുറെ കഴിയുമ്പോൾ ചത്തുപോകും. ക്രമേണ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ പാപം മനുഷ്യൻ എന്ത് ചെയ്യും? കുറച്ച് ഇഞ്ചക്ട് ചെയ്യും. ഒരു സിനിമ ഉണ്ടായിരുന്നോ കുഴപ്പം? അല്ലെങ്കിൽ ഒന്നും ചെയ്താൽ എന്തോ കുഴപ്പം വേറൊന്നുമില്ല. നല്ല മുഖം നോക്കിയിരുന്നാൽ ദൈവീ ചൈതന്യം വ്യാപരിക്കും. മനസ്സിലായി? 3 വയസ്സേക്ക് വേണ്ടി തുണി സ്വതരാമൻ പറിക്കുന്നവരുടെ നോക്കിയിരുന്ന വ്യാപരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയും അപകടമാണ്. കണ്ട പോക്കറ്റടിയും കള്ളനും കൊലപാതകം നോക്കിയിരുന്ന നമുക്ക് നമ്മൾ തോന്നി ഇത്ര വലിയ നിസ്സാരമില്ലയോ എന്ന് തോന്നും. പരീക്ഷയ്ക്ക് തന്നെ നമ്മളെ തൂങ്ങിച്ചേർന്ന് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ തോന്നുക അപ്പൊ ഇനി എന്ത് എളുപ്പം അറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നും. അപ്പൊ അങ്ങനെ വിഷമുള്ള മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി അടുത്ത ബാക്കിയോടെ വായിച്ചിട്ട് അടുത്ത വചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം, ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം മൂലം, ഉയർത്തെഴുന്നേറ്റ ഒരു യേശു മൂലം നമുക്ക് എന്ത് നൽകി? എന്തിന്മേൽ ജയം നൽകി? പാപത്തിന്മേൽ, മരണത്തിന്മേൽ, പിശാചിന്മേൽ അവൻ ജയം നൽകി. പാപത്തിന്മേൽ, മരണത്തിന്മേൽ, നരകത്തിന്മേൽ, പിശാചിന്മേൽ നമുക്ക് എന്ത് ചെയ്തു? ജയം നൽകി. അതുകൊണ്ടാണ് വിശ്വാസി മരണത്തെ വെല്ലുവിളിച്ച് വിശ്വാസി മരണത്തെ വെല്ലുവിളി. ഇപ്പൊ മരിച്ചാൽ എവിടെ പോകത്തുള്ളൂ? സ്വർഗത്തിലേ പോകത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് മരിച്ചാലും അതിന് 82-ാമത്തെ വയസ്സിൽ മരിച്ചാലും ഹല്ലേലൂയ. ഇതൊരു വലിയ ഗ്യാരണ്ടിയാ. സ്തോത്രം. അമേരിക്കയ്ക്ക് വിസ കിട്ടിയാണ് സ്തോത്രം. ആരുടെ 1 ലക്ഷം രൂപ കടം വാങ്ങിക്കാൻ വല്ല മടിയുണ്ടോ? കാരണം എന്താ? അവിടെ പോയി അവിടെ ഒരു മാസം നമ്മളെ കിട്ടുമ്പോൾ അതിന്റെ 10 കൊടുത്താൽ തീരത്തില്ലേ എന്ന് പറയുന്നവരുടെ ജീവിതത്തെ നിർഭയം നേരിടുവാൻ ഈ ക്രിസ്തീയ മാർഗദർശനം നമ്മളെ സഹായിക്കും. ജീവിതത്തെ നിർഭയം നേരിടുവാൻ
എന്ത് പ്രശ്നമായിട്ട് നിർഭയം ഭയം കൂടാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണമുണ്ട്. ലൂക്ക് 1:74. രക്തം ജയമെടുക്കും. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും. വിശുദ്ധിയിൽ നീതിയിൽ മീൻസ് ആത്മാവിൽ സത്യത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ എന്ത് ചെയ്യും? ആത്മാവിനെ ആരാധിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധിയിലും നീതിയിലും നമ്മളെ ആരാധിപ്പാൻ കർത്താവ് എന്ത് ചെയ്യും? ഇതൊരു കൃപയാ. ആരാധിക്കാൻ കഴിയുന്നത് കൃപയാ. മാതാപിതാ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ്റുന്നത് കൃപയാ. പലർക്കും എന്താ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ശത്രുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ചോദിച്ചാൽ ഈ പ്രമാണത്തെ കുറിച്ച് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാ? മറ്റേതെങ്കിലും പഠിക്കുന്നത് പോലെ അല്പസമയം ചിലവാക്കി പഠിക്കേണ്ട കാര്യമാണത് ദൈവവചനം. ഈ കണ്ടക്ഷമ എന്തിനാണെന്നറിയാമോ? നാളെ നീ ഒരുത്തന്റെ മുമ്പിൽ ഈ ചോദ്യത്തിന് മുമ്പിൽ തോറ്റുപോകും. ആമേൻ. ലോകത്ത് എവിടെ ചെന്നാലും നാളെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇതേ ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്റെ മുമ്പില് തോറ്റുപോകുന്നത്. ദൈവം ജയം നൽകിയിരിക്കുക. മറ്റാരാധനാ രീതികളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ മനസ്സിലായല്ലോ. മറ്റാരാധനാ രീതികൾ മനുഷ്യന്റെ മരണത്തിലേക്ക് പിശാചിന്റെ അധീനതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഈ ആരാധനാ രീതി നമ്മെ സുബോധത്തിലേക്കും ദൈവകൃപയിലേക്കും ആത്മാവിലേക്കും സത്യത്തിലേക്കും ദൈവപ്രമാണത്തിലേക്കും അവന്റെ വിശുദ്ധിയിലേക്കും നീതിയിലേക്കും നടത്തിക്കൊണ്ടിരിക്കും. ആമേൻ. സ്തോത്രം. അവിടെ നല്ല വിശ്വാസം നടന്നു പോയ ഒരു കള്ളൻ അവരുടെ കാലത്തൊന്നും പറിക്കാനേ കാണുകയില്ല. സ്തോത്രം. നമ്മുടെ വിശ്വാസം നല്ല ഒന്നാന്തരമായിട്ട് പടയൊക്കെ പിടിച്ച് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കള്ളന് ബൈക്കിൽ അങ്ങോട്ട് വന്ന് ചേച്ചി ഈ വഴി എവിടാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം എന്തോന്നില്ല അവരുടെ കഴുത്തല് ഇല്ല. ചേച്ചി വഴി എവിടാന്ന് ചോദിച്ചോണ്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇപ്പുറത്തൂടെ പുറകെ ഇരിക്കുന്നത് പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ പോയി എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ജോലിയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇട്ടോണ്ട് നടക്കുന്നത് പറയുന്നത് തന്നെ ഇപ്പൊ പറയുന്ന കേട്ടെല്ലാം എന്തോ വെച്ചോണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാം കൊണ്ട് ബാങ്കിനകത്ത് കൊണ്ട് വെച്ചിട്ട് ആ മുക്കപ്പുണ്ടവാ പോയിട്ടോണ്ട് നടക്കുന്നത്. സ്തോത്രം. ന്യൂസ് പേപ്പർ മീനിങ് കഴിഞ്ഞ ആഴ്ച ന്യൂസ് പേപ്പർ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കൂടുതലും പേരും പറഞ്ഞായിരുന്നു. അപ്പൊ ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. മരണത്തിൽ ഈ പറഞ്ഞ മരണത്തിൽ മരിക്കുന്നവൻ പോകുന്നത് നരകത്തിലോട്ടാണ്. ഈ പറഞ്ഞ മരണത്തിൽ മരിക്കുന്നവൻ പിശാചിന്റെ കയ്യിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് വിഷമുള്ള എന്താണ് പാപം. പാപം കൊണ്ടൊരു കുത്തുകൊണ്ടാൽ പിശാചിന്റെ ഒരു കുത്തുകൊണ്ടാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോയിക്കോളും? നരകത്തിലോട്ട് പോയിക്കോളും. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസത്തിന് തിരിക്കരുത് എന്ന് തന്നെയും പോരാ യഹോവയുടെ ന്യായപ്രമാണത്തെ ന്യായീകരിക്കണം. ഞാൻ എന്നാല് ദുഷ്ട കൂട്ടുകെട്ടിന് പോകുന്നില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകുന്നില്ല. പോട്ടെ, ടി വി വേണ്ട ടി വി കാണുന്നില്ല, സീരിയൽ വേണ്ട സീരിയൽ വേണ്ട, റിയാലിറ്റി ഷോ വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ കുത്തിയിരിക്കാന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കരുത്. എന്ത് ചെയ്യണം? ദൈവവചനത്താൽ ഹൃദയം നിറച്ചോണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ നിന്റെ ഒരു മിനിറ്റ് പ്രാർത്ഥനയായിരിക്കും വല്ലവരുടെയും പ്രാണനെ വിടുവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയായിരിക്കും മുല്ലപ്പെരിയാറിനെ ഡാമിനെ വിടുവിക്കാൻ. മോളോട് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുക എപ്പോഴും. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ കർത്താവേ നിന്റെ അറ്റാപത്തിൽ നിന്ന് വിടുവിക്കണമേ. മനുഷ്യൻ ഭീതിയിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു. കർത്താവേ, അവൻ അനേകം കർത്താവെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സമാധാനം അവിടെ കൊടുക്കണമേ. കർത്താവ് അവിടെ കുരുങ്ങാനുള്ളത് കർത്താവ് കടലിൽ പോയി കുരുങ്ങട്ടെ. കർത്താവ് ബംഗാൾ ഉൾക്കടലിൽ പോയി കുരുങ്ങട്ടെ. കർത്താവേ, കർത്താവ് പ്രായം ചെയ്തിരിക്കുകയാണ്. സ്തോത്രദേശത്തെ വിടുവിക്കണം. ശാശ്വതമായ ഒരു പരിഹാരം കർത്താവ് ഡാമിന്റെ ഉണ്ടാക്കണം. അതിന് ഭീതി ജീവിക്കേണ്ടതല്ലോ. കർത്താവ് അനേക കൃപയിലേക്ക് കൂടിക്കൊണ്ടുവന്നാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദേശത്തെ പേടിപ്പെടുത്തുന്ന ഭീതിയിലാക്കുന്ന അന്ധകാരെ പോലെ യേശുവിന്റെ നാമത്തിൽ അമലമൃതത്തു നിന്നും മാറിയോട് രക്തം ജയം. അപ്പോൾ മരണത്തിന്റെ വിഷയമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ കൊച്ചു പിള്ളേർക്ക് പട്ടിക്കുട്ടികളോട് കളിക്കുന്നവരാ. ചില വളർന്നു വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പട്ടി ഒന്ന് കുരച്ചെന്നിരിക്കട്ടെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കി പൊട്ടി കടിക്കും. പിള്ളേരുടെ മനസ്സിലുണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ കടിക്കുന്ന ഒരു സാധനം, ഒരു കടിക്കുന്ന ഒരു യന്ത്രമാണ്. പട്ടി എന്ന് മനുഷ്യൻ ഇങ്ങനെ കാണുന്ന പട്ടിയല്ല, പേടിച്ചോണ്ട് നടക്കും. എവിടെയെങ്കിലും പട്ടി വരച്ചു കഴിഞ്ഞാൽ ഓടി മരത്തേക്ക്. ചില പിള്ളേർ ഭയങ്കര പേടിയാ പട്ടി. ചിലർക്ക് വാചായ പേടിയാ, ചിലർക്ക് പല്ലിയെ പേടിയാ, ചിലർക്ക് അട്ടയെ പേടിയാ. എന്റെ കുടുംബ പേര് അട്ടത്തറ എന്നാ.
ബോംബെയില് ഇവിടെ ഒരു കൂട്ടുകാരിയുണ്ട്. ഞാൻ എന്റെ വീട്ടുപേര് ചോദിച്ചു, ഞാൻ അട്ടത്തറ എന്ന് പറയാനായിട്ട് അട്ടത്തറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തിനെ കണ്ട് ഇങ്ങനെ വീങ്ങി. എന്നിട്ട് എന്നോട് പറയും കളിയാക്കല്ലെന്ന് പറഞ്ഞു. മറ്റുള്ള വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, അവന് എനിക്ക് ഇത്രയും ഒരു വലിയ ഒരു ആത്മജ്ഞാനമോ ഈ പിശാചിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയോ ഒന്നും ഇല്ലായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് ഒരു വെളിവില്ലായിരുന്നു. ഒരു ഹിസ്റ്റീരിയാന്ന് മാത്രം മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്റെ വീട്ടുപേര് അട്ടത്തറ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരയ്ക്കാൻ പിന്നെ പറഞ്ഞു അട്ടത്തറ പറയാൻ ദൂരമുള്ള അലറാൻ തുടങ്ങി. കാര്യം പിന്നെ മറ്റേ കൂടുതൽ വെച്ചാൽ പറഞ്ഞു കട്ടെ പേടിയാ. പിന്നെ കഴിഞ്ഞപ്പോൾ കൂൾ ഡൗൺ ആയിട്ട് പിന്നെ പറഞ്ഞു സത്യമായിട്ട് എനിക്ക് പേടി, എനിക്കത് ഭയങ്കര പേടി. ഞാൻ മേലെ നീ പേടിക്കുന്നത് ഞാൻ ഒരു 10 തവണ പറയാൻ പോകും. ആ പേര് കേൾക്കുമ്പോഴേ പേടി. കാരണം എന്താ, ആരോ എപ്പോഴോ പേടിപ്പിച്ചു വിട്ടു. മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം ആരോ എന്നോ ഒരു ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് വരെ ഇത്രയും നഴ്സിംഗിന് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴോ തേർഡ് ഇയർ പഠിക്കുമ്പോഴോ അവിടെ നിന്ന് അന്നേരം കേൾക്കുന്നുടനെ വരച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ അനേക കാര്യങ്ങൾ മനുഷ്യൻ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യും. പല പാപത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണാനിടയായിത്തീരും. വിഷമുള്ള പാപം. അടുത്തത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ മരണത്തിന്റെ വിഷമുള്ള പാപം. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കാൻ അറിയാമോ? 9-ാം വാക്യം. സൗൽ. അപ്പൊ ഇവൻ ഈ മരണത്തിന്റെ വിഷമുള്ള ന്യായപ്രമാണം കിട്ടിയിരുന്ന ശൗൽ എന്ത് ചെയ്യാൻ അറിയാമോ? യേശുവിന്റെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ എന്താ പറയുന്നത്? എന്ത് രസമായിട്ട് വന്നിരിക്കുന്നത്. ശൗൽ വായിച്ചോട്ടെ 9-ാം അധ്യായം 1-ാം വാക്യം. എന്റെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി, കൊല. ഇവന്റെ ശ്വാസം അങ്ങോട്ട് പോകുമ്പോ ഭീഷണി, ഇങ്ങോട്ട് വരുമ്പോ കൊല. ഭീഷണി, കൊല, ഭീഷണി, കൊല, ഭീഷണി, കൊല. മനസ്സിലായോ? ഈ ചില ഭിക്ഷക്കാരെ റോഡരിയിലേക്ക് കിടക്കുന്നുണ്ട്. അവര് തായേ 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 ഓരോ ശ്വാസത്തിലും പറയും. എന്ത് പറയും? തായേ തായേ തായേ, അമ്മ അപ്പ, അമ്മ അപ്പ, ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ചില ദൈവങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരെ ഈ മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കും. കാര്യം എന്തുവാ? ഓരോ ശ്വാസത്തിലും ശൗലിനെ പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ശൗലിന്റെ വായു കൂടെ പോകുന്നൊക്കെ ഭീഷണി, കൊല എന്ന് പറഞ്ഞാൽ തട്ടിക്കളെ അല്ലെ തട്ടും, തട്ടിക്കളെ. ഇത് തന്നെ പറഞ്ഞോളൂ. ആരെയാ? കർത്താവിന്റെ ശിഷ്യൻ. കർത്താവിന്റെ ശിഷ്യന്മാരെ. ഹലോ, ഇംഗ്ലീഷ്. അവൻ അങ്ങോട്ട് വലിക്കുന്ന മരണം, പുറത്തോട്ട് പോകുന്നു മരണം. ഭീഷണി, കൊല വിശ്വസിച്ചുകൊണ്ട് അവന്റെ ക്രൂരത അറിയാൻ പറ്റും നമുക്ക്. ഇവനാളെ കുറഞ്ഞ പുള്ളിയൊന്നുമില്ല. ഇവന് 50 ഗുണ്ട വേണേ കൂടെ കിട്ടുന്ന പുള്ളി. കാര്യം എന്താ? ഷിപ്പ് ഓണറുടെ മോന. നമ്മുടെ നാട്ടിലെ നല്ല വീട്ടിലെ പിള്ളേർ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഒരു അവൻ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പുറകിലെത്താൻ കാണും, പുറകിൽ വേറെ 2 വണ്ടി കാണും. കണ്ടിട്ടുണ്ടോ? സ്വതന്ത്രം. ഞാൻ നിങ്ങളുടെ കൊടുക്കുന്ന അതുകൊണ്ട് എനിക്കറിയാം. നല്ല സെറ്റാണ്, ഭയങ്കര മേളമാണ്. അതിന്റെ പുറകെ പല കുറെ പേര് അങ്ങ് വരും. ഇവനങ്ങ് സിറ്റിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, സിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കുഗ്രാമത്തിന്റെ സെന്ററിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവന്റെ കൂടെ 10-16 പേര് ബൈക്ക്, സൈക്കിൾ. അപ്പൊ ഈ ശൗല് വാസ്തവമായിട്ടും തന്റെ മതത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു മതത്തെ ഉപദ്രവിക്കാനായിട്ട് പുറപ്പെടപ്പെട്ടവർക്ക് എത്ര പേര് കാണുമായിരിക്കും? അവൻ ഭീഷണികളെ നിശ്വസിച്ചാൽ പുറത്തോട്ട് വീഴുന്ന ഭീഷണിയുമായിരിക്കും. കൊല എന്ന് പറഞ്ഞാൽ കൊലയും നടക്കുന്ന കാലം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ. ബാക്കി പെട്ടെന്ന് വായിക്കാം. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെ സ്ത്രീകളെ കൊണ്ടല്ല അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരം വാങ്ങി. ഇതൊരു നികൃഷ്ടമായ പരിപാടി. യഹൂദന്മാർ എന്ന് പറഞ്ഞ സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കൂട്ടരാണ്. പറയുന്നത് പുരുഷന്മാരെ മാത്രം പോരാ, ഈ മാർഗ്ഗക്കാരായ വല്ല സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കെട്ടി പുരുഷനായ ഇവൻ പട്ടാളക്കാരനായ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് വേണേലും ഈ മാർഗ്ഗക്കാർക്കെതിരെ ചെയ്യുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാർ എന്ത് വാങ്ങിച്ചു? അധികാരപത്രം വാങ്ങിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഫോർ എക്സാമ്പിള്, ഇവിടെ നിന്ന് ഒരുത്തൻ ദുബായി ചെന്ന് അവിടെ ആക്രമണം നടക്കുന്നിരിക്കട്ടെ, പിടിച്ചോണ്ട് വരാം. ആ മാർഗ്ഗക്കാരായ 4 പേരെ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവരെ പിടിച്ചു വരാനായിട്ട് പോവുക. ലോക്കൽ ആൾക്കാരുകളത് അതല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ ഉപദ്രവിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കയറി അവിടെ തല്ലുണ്ടാക്കുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത്? ആദ്യമേ പള്ളിയിൽ അങ്ങ് വായിക്കും. ഈ മാർഗ്ഗക്കാർ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ നിന്ന് അവിടുന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, ഇവന് അധികാരം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവൻ എവിടുന്ന് ആളിനെ പിടിച്ചാലും ആരും ഒന്നും പറയത്തില്ല. അധികാരമുണ്ടായിരുന്നു. പിന്നെ ഇവന് അധികാരമുണ്ടായിരുന്നു. അധികാരപത്രം ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ രമ്യാനാരിൽ പറഞ്ഞു നടക്കാവുന്ന, പക്ഷെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അതിന്റെ വില വേറെ എന്ന് പറയുന്നത് പോലെ അധികാരപത്രം വാങ്ങി പുറപ്പെട്ട ശൗൽ. ഓക്കെ, അങ്ങ് പുറപ്പെട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഡെമസ്കോസിൽ ചെന്നു. ഡെമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം മിനി. അവൻ നിലത്ത് വീണു.
അധികാരപത്രം പ്രാപിച്ചവൻ, ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് നടന്നവൻ, ആരെയും എന്തിനേയും പേടിയില്ലായിരുന്ന മനുഷ്യൻ, ഇന്നത്തെയും ചന്ദ്രനെയും വാവുവെക്കാതിരുന്ന മനുഷ്യൻ, ഭൂമിയിൽ ഒരുത്തനെയും പേടിയില്ലായിരുന്ന മനുഷ്യൻ, പട്ടാളം കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ, മതവിരോധന്മാർ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ, അധികാരപത്രം കൊണ്ട് ദമസ്കോസിലേക്ക് പോയിക്കൊണ്ട് സംഭവിച്ചു, നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാവുന്ന കർത്താവ് എന്നവൻ ചോദിച്ചില്ല. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്തത് ഇത് ശൗലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ലൂക്കോസ്. എന്നാൽ ശൗൽ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് കേൾക്കണോ? 22-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ. അവിടെ യഥാർത്ഥ സംഭവം. അവൻ പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവീൻ. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞെന്നാൽ, ഞാൻ കിലിക്കയിൽ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാലത്തിൽ നിന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവരുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ താൻ എരിവുള്ളവനായിരുന്നു. താൻ ദൈവത്തെ സേവിക്കുന്നു കണ്ടുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പുറപ്പെട്ടു. ഇന്ന് കാണുന്ന എല്ലാത്തരം തീവ്രവാദ സംഘടനകളും എല്ലാത്തരം മനുഷ്യനെ ഉപദ്രവിക്കുന്ന സംഘടനകളും ദൈവമുമ്പാകെ ഈ പ്രമാണത്തിന്റെ മുമ്പിൽ നിലനിൽക്കത്തില്ല. എനിക്ക് എരിവുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് തല്ലിക്കൊല്ലാൻ വകുപ്പില്ല. എനിക്ക് എരിവുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് ബോംബ് വെക്കാൻ വകുപ്പില്ല. എനിക്ക് എരിവുണ്ടെന്ന് പറഞ്ഞ് മറ്റൊന്നിനെ കത്തി കയറ്റാൻ കുന്തം കയറ്റാൻ വകുപ്പില്ല. നിന്റെ എരിവ് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തോട് പറ. സ്വന്തം നിനക്ക് എരിവുണ്ടെങ്കിൽ ദേശത്തെ പ്രശ്നങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുക. മദ്യപാനം ദേശത്തെ വിടുവിക്കാൻ പ്രാർത്ഥിക്കും. പുകവലിൽ നിന്ന് വിടുവിക്കാൻ പ്രാർത്ഥിക്കും. അതുപോലെ അനാഥരെ കർത്താവ് സംരക്ഷിക്കാൻ വഴിയൊരുക്കുന്ന പ്രാർത്ഥിക്കുക. വിധവമാരുടെ മനസ്സിൽ തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന് മേൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനേക ദൈവകൃപയിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കണം. അടുത്ത അപ്പോൾ അവൻ എരിവുള്ളവനായിരുന്നു. എന്തിലാണ് പറ? ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. അടുത്തത്, ഞാൻ പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ചു കെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗ്ഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. കണ്ടോ? അപ്പം മറ്റേ ചെയ്യാൻ വേണ്ടി പോയെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്തു. പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിൽ ഏൽപ്പിച്ചു. അതാ സ്ഥലത്തെ പ്രശ്നത്തിലോട്ട് പറഞ്ഞു. ഇതിനെ താഴെ കൊണ്ട് പോകണ്ടല്ലോ. അവിടെ തന്നെ ചീട്ടെഴുതി ഒപ്പിട്ട് കയറി തടവിലോട്ട് വിട്ടു. അടുത്തത്, ഈ മാർഗ്ഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. കണ്ടോ? അതിന് മഹാപുരോഹിതന്റെ മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്ക് എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിന് യെരൂശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ലോകപ്രശസ്തമായ വാക്കുകൾ കേൾക്കുവാനിടയായിരുന്നു. Saul, Saul, why do you persecute me? Why are you persecuting me? നീ എന്നെ ഉപദ്രവിക്കുന്നത്, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് ശൗലേ എന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു. കർത്താവിന്റെ മക്കളെ ആരെവിടെ ഉപദ്രവിച്ചാലും ഇന്നും അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമില്ല. അവരുടെ ജീവിതത്തോട് സംസാരിക്കുന്നുണ്ട്. ദൈവമക്കളെ സ്തോത്രം ഉപദ്രവിക്കാൻ ആരെയും കർത്താവ് കേൾക്കുന്നില്ല. അനാവശ്യമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ ചോദിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. നീ എന്നെ സാധുവായ മനുഷ്യരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനും തടവിലാക്കാനും തയ്യാറായ പൗലോസ് കേട്ട ശബ്ദം, സൗൽ സൗൽ, നീ എന്നെ ഉപദ്രവിക്കുന്നത് ആകാശത്തു നിന്ന് കേട്ടു. വലിയ വെളിച്ചത്തോടെ കേട്ടു. തേജത്തോടെ ചുറ്റും മിന്നിയിട്ട് കേട്ടു. ഭയപരവശന. അടുത്തത്, അവന് മനസ്സിലായി ഇതാരാണ് എന്നെ കാട്ടി പവറുള്ള ഒരു പാർട്ടിയാ. ഇത് ഭൂമിയിലുള്ള ഒരു ശക്തിയല്ല, ഇതൊരു അഭൗമ ശക്തിയാണ്. അപ്പം രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിളിയാണത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ, എന്നെ ഭരിക്കുന്നവനെ, എന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നവനെ, എന്റെ സകലവും അറിയുന്നവനെ, എന്നെ കൊല്ലാനും ജീവിപ്പിക്കാനും കഴിവുള്ളവനെ എന്ന് പറഞ്ഞ അടിയറ പറയുക. നീ ആരാണ്? who are you, Lord? അടുത്തത്, ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചതേ ഉള്ളൂ. ഉയർത്തുന്നതിന്റെ യേശു പറയുകയാണ് നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. ഉയർത്തുന്നതിന്റെ യേശു അശരീരിയായി വന്ന് പറയുകയാണ് നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. അടുത്തത്, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടില്ല. അത് കൂടെ പോകുന്നവർക്ക് മുഴുവൻ ഒന്നും കേട്ടത്തില്ലേ? പറയേണ്ടവരോടെ പറയത്തുള്ളൂ.
അതെ പറയണ്ടോളൂ അവിടെ പറയുന്നത്. ബാക്കിയൊക്കെ ഒരു ഏതൊരു വിളിച്ചോ ഒരു വേളമൊക്കെ കാണാമെന്നല്ലാതെ ബാക്കിയൊക്കെ കണക്കാം. സ്തോത്രം. ദൈവത്തിന്റെ റൂളാണ്. അടുത്തത് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിനെ വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. അതെ. ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ടു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ചു നടത്തി. കണ്ടോ? അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അങ്ങനെ ഡമസ്കോസിലെത്തി. സ്തോത്രം. ശൗലി എന്നെ ഉപദ്രവിക്കാൻ എന്തെന്ന് ചോദിച്ചു. നീയെ സ്തോത്രം. അടുത്ത ബാക്കി ഇവിടെ കുറച്ചുകൂടെ വായിക്കാം. നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന് അടുത്തത് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടിയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടില്ല. കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിന് തേജസ് അതുമായിട്ട് കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരും നല്ല സാക്ഷ്യം കണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരൻ ശൗലെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാൻ നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. താമസിക്കുന്നിടത്ത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്ഥാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് എന്ത് ചെയ്യണം? സ്ഥാനമേറ്റ് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുക. എഴുന്നേറ്റ് സ്നാനമേറ്റ് ഇതിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. നിന്റെ മരണത്തിലേക്ക് നാശത്തിലേക്ക് സ്തോത്രം നയിക്കാൻ അവൻ പ്രാപ്തിയുള്ള ഈ ന്യായപ്രമാണത്തെ വിട്ടിട്ട് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അവൻ കൃപയിലേക്ക് കടന്നു വരിക, ദൈവ സ്നേഹത്തിലേക്ക്, ദൈവിക സമാധാനത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ദൈവിക ദൂത് ഇന്ന് രാത്രി കാലം സ്തോത്രം ഹല്ലേലൂയ നാം കേൾക്കുന്നു. മറ്റൊരിടത്ത് പൗലോസ് കൊണ്ട് പറയുന്നുണ്ട്, മുള്ളിന്മേൽ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകും. യേശുവിനെതിരായിട്ട് കടന്നു പോകുന്ന ഏത് വ്യക്തി ജീവിതവും സ്വന്തം ജീവിതം മുള്ളിൽ ഉതക്കത്താകും. കാല് വെക്കുന്നിടത്തൊക്കെ എന്തോ കിട്ടുന്നത്? മുള്ളാ കിട്ടുന്നത്. ഇവിടെ കാല് വെക്കുന്നിടത്തൊക്കെ ഉതപ്പാ കിട്ടുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് മുള്ളിന്മേൽ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകും. അത്ഭുതകരമായിട്ട് നമ്മളെ നടത്തുവാൻ, നമ്മെ പരിപാലിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രസ്താവിക്കുകയും നാം അനുഭവിക്കുന്ന നന്മയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ, ദേശങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിന് കൃപ പ്രാപിക്കട്ടെ, കർത്താവിന് സ്നേഹം പ്രാപിക്കട്ടെ, ജീവിതത്തിലെ അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കട്ടെ. ദൈവകൃപയ്ക്കാണ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മൻ മഹാപുരോഹിതന്മാരുടെ നിന്ന് അധികാരപത്രവും വാങ്ങിയ ജ്ഞാനിയായ പൗലോസ്, അമ്മൻ അധികാരം ലഭിച്ച പൗലോസ്, വിദ്യാഭ്യാസവും അഭ്യസ്തവിദ്യനായ പൗലോസ്, മഹാജ്ഞാനിയായ ശൗലൻ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവനെ സ്തോത്രാമൻ ആകാശത്തിൽ നിന്ന് വലിയ വെളിച്ചം മിന്നി യേശുവിനോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിനൊരു കാര്യമുണ്ട്. പൗലോസിനോട് പറഞ്ഞു പോയി സ്നാനപ്പെടാൻ. നിക്കോദീമോസിനോട് എന്താ പറഞ്ഞു? പോയി വീണ്ടും ജനനം പ്രാപിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാല് അവൻ ആദ്യമായിട്ട് യേശുവിനോട് ഗുരു നീ എവിടെ പാർക്കുന്നത് ചോദിച്ചോണ്ട് എന്താ പറഞ്ഞു? വന്ന് കണ്ടോളാൻ പറഞ്ഞു. ഒന്നും അറിയാത്തവനോട് എന്ത് പറഞ്ഞു? വന്ന് കാണാൻ പറഞ്ഞു. എട്ടും പെട്ടും തിരിയാത്ത സമരിയ സ്ത്രീയോട് എന്ത് പറഞ്ഞു? നിനക്ക് ആവശ്യം ജീവന്റെ ജലമാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ പഠിച്ച ജ്ഞാനികളായ ഗ്രാമക്കാർ വന്ന് വിളിച്ചപ്പോൾ അവരുടെ അടുക്കൽ എന്ത് പറഞ്ഞു? ഒരു ദിവസം കൊണ്ടൊന്നും തീരത്ത് നിന്റെയൊക്കെ അടുക്കല് 2 ദിവസം താമസിക്കുന്ന ജോവാക്കുന്നു പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവൻ നമ്മുടെ ഇടപെടുന്നത്. ആമേൻ. എന്നാൽ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു അവന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാനാണ്. വീട്ടിൽ ശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നീയൊക്കെ ശിഷ്യൻ, അതുകൊണ്ട് ഇനി കാത്തിരുന്ന് അത്ഭുത ശക്തി പ്രാപിക്കാൻ കഴിയുന്നു. സ്തോത്രം. ഈ പ്രാപിച്ചവരോട് പറഞ്ഞു അടങ്ങിയിരിക്കല്ലേ, ലോകത്തിന്റെ അറ്റത്തോളം പോയി ലോകത്തെ നന്നാക്കുന്ന പണി മനുഷ്യരുടെ കാലം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവമക്കളുടെ. ഹല്ലേലൂയ.
സാധാരണ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവമക്കളെയില്ല, കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുന്ന, കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, സ്വഭാവത്തെ നിർമ്മലീകരിക്കുന്ന, ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന, നിന്റെ അയൽപക്കക്കാരുടെ മുമ്പിൽ നിന്നെ മഹാജ്ഞാനിയാക്കുന്ന, നീ ചെന്ന് കാണുന്നവരുടെ മുമ്പിൽ നിന്നെ വിശുദ്ധനാക്കുന്ന അവൻ അനുഗ്രഹിക്കപ്പെട്ട പ്രമാണം ഈ നിത്യജീവന്റെ പ്രമാണമാണ്. ഏത് ന്യായ പ്രമാണവും അവൻ പാപത്തിനും മരണത്തിനും മനുഷ്യന്റെ കാരണമായി തീരുമ്പോൾ, മനുഷ്യ ശിക്ഷാവിധിക്ക് പുണ്യത്തിന് കാരണമായി തീരുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കതിന് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. ഈ സ്വാതന്ത്ര്യം പ്രാർത്ഥിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യം വരുത്തുക എന്ന് പറഞ്ഞാല് ഇപ്പൊ CBSE കയറിയിരുന്ന CBSE റൂൾ അനുസരിച്ച് വെക്കത്തുള്ളൂ, ആ ക്വസ്റ്റിന് എഴുതി വെക്കത്തുള്ളൂ. ഒരുത്തം പിടിച്ച് കേരള സിലബസിൽ പോയിരുന്നു കഴിഞ്ഞാല് കേരളയുടെ എഴുതി വെച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ഈ ന്യായപ്രമാണത്തിൽ ഒഴിഞ്ഞു കഴിഞ്ഞാല്, വാസ്തവമായി തോന്നുന്നു കർത്താവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാല് നീ യേശുവിന്റെ ന്യായപ്രമാണത്തിന് അധീനരാണ്, യേശുവിന്റെ പ്രമാണത്തിന് അധീനരാണ്. പിന്നെ പഴയ നിയമത്തിന്റെ സ്തോത്രാമൻ അക്ഷരശുശ്രൂഷ അല്ല, അവൻ പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് നീ ആകർഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിന്റെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക് അവൻ സ്തോത്രം ജീവിതത്തിന് അനുഗ്രഹമായി തീരും. ഈ വാക്കുകളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം അതിന് മുട്ടുമടക്കാം. നമുക്ക് സഭായോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, വില സമാധാനം വരണമേ, ജോലിയിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം കൂട്ടി വരുത്തണമേ. നാളത്തെ കർത്താവെ നല്ല ദൂതരോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല സാക്ഷികളെ ഞങ്ങളെ കേൾപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ മടിയും അലസതയും മാറ്റണേ കർത്താവേ. സത്യവാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവേ. അലസത ഭാവമാണ്, മൂഢത ഭാവമാണെന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇടത്തൊന്നും എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. എങ്കിലും ജനത്തെ കർത്താവ് ആശ്വാസം സമാധാനത്തോടെ നടന്നേ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ആശ്വാസം കൊടുക്കണമേ, ദൈവകൃപയിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഭരണാധികാരി കർത്താവേ, ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കണേ, ദൈവത്തിൽ സൂക്ഷിക്കണേ കർത്താവേ. എന്നോട് ചേർന്ന് ജീവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ ദേശങ്ങളും ഭരണാധികാരികളെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നവര് കർത്താവ് നിയമത്തെ പ്രാവർത്തിക തീരുമാനങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചാട്ടെ. ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വളർത്തുകയും മാനിക്കുകയും ചെയ്യണം. എല്ലാ ആശയങ്ങളുടെ അത്ഭുത പ്രവർത്തനത്തിന്റെ കരങ്ങളിലേക്ക് എടുത്ത് പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുത്തല്ലോ ദൈവകൃപയ്ക്ക് നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദേവദാസ് മന്ത്രിസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ കർത്താവേ. നല്ല വചനം ഞങ്ങളെ കേൾപ്പിക്കണം, ഐശ്വര്യമായിട്ട് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവങ്ങളോട് സൂക്ഷിക്കണമേ. കർത്താവിന്റെ വചനം പഠിച്ചത് മറ്റേവരോട് പറയാൻ സഹായിക്കണം. അനേക കൃപയിലേക്ക് നന്മയിലേക്ക് അനുഗ്രഹിച്ച് നയിക്കാൻ കർത്താവ് സഹായിക്കണം. ദൈവകൃപയ്ക്ക് ഭാരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കുറ്റമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിൽ അവരെയൊക്കെയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ദൈവകൃപയ്ക്കായി ജസ്റ്റ് ഡൽഹിയിലേക്ക് ഔദ്യോഗികമായിട്ട് കടന്നുപോയിരിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ. ഐശ്വര്യമായിട്ട് നിലവിലെ കൂട്ടി വരുത്തണേ പ്രാർത്ഥിക്കുന്നു. ജനമധ്യായിരിക്കും കർത്താവ് പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐശ്വര്യമായിട്ട് എന്റെ കർത്താവ് എനിക്ക് തന്നെന്ന് പറയുവാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ മുൻപിതാവെ ലജ്ജിപ്പിക്കരുതേ. അതിന്റെ ആവശ്യത്തോട് നോക്കണേ. ദൈവങ്ങൾ സൂക്ഷിച്ചാൽ ജോലിക്ക് പോകുന്ന സഹോദരിമാരെ വളരെ കൂടുതൽ ജോലിയൊക്കെ ചെയ്യുന്നു. ദൈവത്തിന് ബലവും സമാധാനവും ശരീരങ്ങളും കൽപ്പിക്കണേ. ദൈവങ്ങളോട് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവരെയും കൂട്ടി വരുത്തണം. ഒരുമിച്ച് ആരാധിച്ച് മഹത്വം തരുവാൻ സഹായിക്കണം. ദൈവകൃപയ്ക്കായിട്ട് ഇത് സകല അർത്ഥങ്ങളും ഇത് പ്രത്യേകമായി കാത്തുവരുവാൻ അസൂയോടെ ദേശത്തെ നോക്കുന്നവരുണ്ട് കർത്താവേ. എന്റെ കൃപ ധനാധികാരികൾ കൊടുത്തിരിക്കുന്നു. ദൈവകൃപയ്ക്കായി പ്രാർത്ഥനയുടെ കൃപയ്ക്കായി കർത്താവിന്റെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ജോലി സ്ഥാനങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവകൃപയ്ക്കായി യേശു ഹല്ലേലൂയ. സ്തോത്രം. നല്ല വസ്ത്രങ്ങളെ ധ്യാനം കൂടി കൃപ ചെയ്ത് അനുഗ്രഹിക്കണം. ജപിക്കണം. ആണ്ടവരെ അവളെ നീ രാത്രിയോട് ജപിക്കണം. നാളെ തന്നെ ആരാധന രാത്രി ഇന്ന നാളിലെ ആണ്ടവരെ അടിയാറാക്കി താങ്കൾ കടന്നു ചെല്ലുമ്പോൾ ആണ്ടവർ നല്ല നിദ്രയെ തരുവരാകും. ഉത്സാഹത്തോട് ആണ്ടവരെ പ്രവേശിച്ച് നല്ല ദൂരെ തരുമടി ബലപ്പെടുത്തും. നാളെ അനേകം കടന്നു വന്ന് ആരാധിക്കുകയും ചെയ്യും. നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്റെ ഏകജാതനം നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവായ യേശു ക്രിസ്തു
ആശ്വസിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രവർത്തനം കൂട്ടായ്മയുണ്ടാകുന്നുണ്ട്. നാം പ്രാർത്ഥിച്ചവങ്ങളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിന് മുഴുവൻ മഹത്വം കൊടുക്കാം. നാളെ ചുട്ടിയാണോ? നാളെ അവധിയാണോ? നാളെ ലീവാണോ? ഇനി പോരാ, നമുക്ക് ഇവിടെ അടിച്ച് പോസ്റ്റ് അഞ്ചു പേര് രാവിലെ എന്താ വരുന്നോ? എന്താ പരിപാടി? നാളെ അഞ്ചു പോരുവാ. എന്താ പറയാ? നാളെ നാളെ ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലോ. ചുമ്മാ ഇരുന്നു, ചുമ്മാ മൊബൈലെല്ലാം ഓഫ് ചെയ്ത് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തൊരു തരാമല്ലോ. എക്സൽ ബുക്ക് എവിടെ ഉണ്ട്? ഏതാ? മോളിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ 2 എടുക്കാം. ഞാൻ അവരുടെ പാട്ട് പുസ്തകം തരാം. അതാന്നോ? നോക്കാം, എന്തോ നോക്കാം. ആന്നോ? ഓ സിസ്റ്റർ തന്നെയായിരുന്നു അല്ലേ? കൊടുത്തിട്ട് ആർക്കോ വേണ്ടി എടുത്തോണ്ട് വന്നാ. എന്നാ പിടിച്ചോ, ഇത് പിടിച്ചോ, ഇതും കൊണ്ടുപോകും. എന്റെ അടുത്ത് പാട്ട് പുസ്തകം വിളിച്ച് പറഞ്ഞു പതുക്കെ പഠിക്കല്ലോ പതുക്കെ. I was asking her where to give. കോപ്പി അല്ല കൊണ്ടുപോകും, ഒറിജിനൽ കൊടുക്കണ്ടേ? കോപ്പി